അസ്സലാമലൈക്കും. ഈമാൻ സലാമത്താകാനുള്ള നിസ്കാരമാണ് ഇന്ന് പറയുന്നത്. സലാമത്തുൽ ബക്കാവുൽ ഈമാൻ എന്ന പേരിലാണ് കിതാബുകളിൽ ഇത് കാണുന്നത്. ഈമാൻ സുരക്ഷിതമാകുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ പ്രാധാന്യവും വർദ്ധിക്കുന്നുണ്ട്. ഇബ്ലീസിന്റെ 2 വലകൾക്കിടയിലാണ് മനുഷ്യന്റെ കൽബെന്ന് നബി അരുളിയിട്ടുണ്ട്. ഇഷ്ടം പോലെ വളച്ചു തിരിക്കാൻ ഇബ്ലീസിന് കഴിയുന്നു. നമ്മുടെ രക്തമൊഴുകുന്ന സിരകളെയെല്ലാം നടക്കുന്നുണ്ട് പിശാച് നബി അരുളിയിട്ടുണ്ട്. രക്തത്തിന്റെ തിളപ്പ് കൂടുന്തോറും പിശാചിന് നമ്മുടെ ശരീരത്തിലൂടെ പ്രവേശിക്കാനുള്ള സൗകര്യവും വേഗതയും കൂടും. ഈമാനുമായി രക്ഷപ്പെടാൻ പണി കുറച്ചൊന്നുമല്ല. പണ്ടൊക്കെ ഈ വക ഫിത്തനകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈമാൻ തെറ്റിക്കുന്ന കാര്യങ്ങളും യന്ത്രങ്ങളും കുതന്ത്രങ്ങളും പടിക്ക് പുറത്തായിരുന്നു. സകല മലക്കുകളും പുറത്ത്. ഇന്നോ സകല ജഗത്താനും അകത്തുമാണ്. റമളാൻ മാസത്തിൽ നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട് റമളാനെ പറ്റി പരിഹസിക്കുന്ന ചിത്രങ്ങൾ അല്ലേ. ഒരു മുറിയിൽ നിസ്കരിക്കുമ്പോൾ മറ്റൊരു മുറിയിൽ നഗ്ന ചിത്രവും പാട്ടും കൂത്തും. ഈമാൻ രക്ഷപ്പെടുമോ അറിയില്ലല്ലേ. പണ്ടൊക്കെ ഒരു സിനിമ കാണാൻ കുട്ടി പോയതറിഞ്ഞാൽ രക്ഷിതാവ് അവനെ പിടിച്ച് അടിച്ച് അവനെ മൊല്ലാക്കയുടെ അടുത്ത് കൊണ്ടുപോകാറാണ് പതിവ്. കുട്ടിയെ കൊണ്ട് തൗബ ചെയ്യിച്ചും സത്യ ചെയ്യിച്ചും മേലിൽ സിനിമ കാണിച്ച് നേർച്ചയാക്കിയാണ് വീട്ടിലേക്ക് വിടുക. ഇന്നത്തെ അവസ്ഥ ജീവിക്കാൻ ഇനി ഒരേ ഒരു മാർഗമുള്ളൂ. ഈമാൻ സലാമത്താകാൻ നിരന്തരം ദുആ ചെയ്തു കൊണ്ടിരിക്കുക. അള്ളാഹു രക്ഷിച്ചാൽ രക്ഷയുണ്ട്, അല്ലെങ്കിലോ ദുരവസ്ഥ റബ്ബ് കാക്കുമാറാകട്ടെ. ഏതായാലും ഈമാൻ സലാമത്താവാനുള്ള നിസ്കാരത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ച കാലമാണ് ഇപ്പോൾ. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് ഇതിൻ്റെ സമയം. 2 റക്അത്ത് നിസ്കരിക്കേണ്ടതും റബ്ബേ എൻ്റെ ഈമാൻ സലാമത്താക്കണേ, അതിനായി ഞാനിതാ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ആദ്യ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസിയും 2ാം റക്അത്തിൽ മുഅവ്വിദത്തൈനും ഓതുക. പിന്നെ താഴെ കൊടുത്ത ദുആ ചെയ്ത് നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല ഒരു ഹൈറായ ജീവിതം നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.